എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സീബ്ര കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇതിനാവശ്യമില്ല, വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കാം. അപ്പോൾ ഓയിൽ തടവുമ്പോൾ സൈഡിലൊന്നും ഒരുപാട് ഓയിൽ ആവരുത് കേട്ടോ. ആയിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ സൈഡൊക്കെ മൊരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കാനേ പാടുള്ളൂ. അതുപോലെ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അറിയാത്തവരത് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് ശരിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഇതുപോലത്തെ ഹോർലിക്സ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതുപോലത്തെ ഏത് ബിസ്ക്കറ്റായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അല്ല, സാധാരണ ബിസ്ക്കറ്റ്. അപ്പോൾ ഇതിൽ നിന്നൊരു 150 ഗ്രാം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് എത്രയ്ക്ക് ഉണ്ടെന്ന്. ഇത് ഒരു 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി കേട്ടോ. അപ്പോൾ വലിയ കേക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ ഞാനതൊരു ചെറിയ കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് മിക്സിയിലോട്ടിട്ട് ഒന്ന് കറക്കി പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇതേ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല പൗഡറായിട്ട് കിട്ടണം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് പാല് ചേർത്ത് മിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് പാലൊഴിച്ചിട്ട് ഒന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 3/4 ഗ്ലാസ് പാല് നമുക്കിതിന് ആവശ്യം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് തിരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ പാലൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പാലോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം കേട്ടോ. പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് ടേസ്റ്റിന് പാലാണ് നല്ലതെന്നേ ഉള്ളൂ. എന്നിട്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ട് അടുത്ത ബിസ്ക്കറ്റ് എടുക്കുകയാണ്. അത് നല്ല ഡാർക്ക് കളറിലുള്ള ബിസ്ക്കറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ നമ്മുടെ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ തന്നെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ അത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക, അതേ അളവിന് തന്നെ കേട്ടോ. അതും ഒരു 150 ഗ്രാം തന്നെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം പാല് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, ഈ ഒരു ബിസ്ക്കറ്റിന് നേരത്തെ ചേർത്ത് അത്രയ്ക്ക് പാല് വേണ്ട കേട്ടോ. കുറച്ച് പാൽ ഒഴിക്കുമ്പോഴേക്കും തന്നെ ഒരു ലൂസായിട്ട് വരും. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ലൂസായി. അപ്പോൾ ഞാൻ വീണ്ടും ബിസ്ക്കറ്റൊക്കെ ഇട്ടു. അതുകൊണ്ട് അത് ആവർത്തിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് പറയണത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ലൂസാവും. ഇപ്പോൾ നമ്മുടെ 2 കളറിലുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. സോഡാപ്പൊടി കേട്ടോ, ബേക്കിംഗ് പൗഡർ അല്ല. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ ഒരു ബാറ്ററിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ രണ്ടിലും വെവ്വേറെ ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എല്ലാ സൈഡിലും ആക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം മറന്നു, കുറച്ച് വാനില എസൻസും കൂടെ നമുക്കിതിൽ ചേർക്കാം കേട്ടോ. അപ്പോഴല്ലേ കറക്റ്റ് ആ ഒരു സ്മെല്ല് വരിക. അപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഉള്ളവർ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ബാറ്ററിലും ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പതയൊക്കെ മാറുമ്പോൾ നമ്മുടെ ആ ഒരു ബാറ്ററിൽ ഒഴിച്ച് അതും ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ ഇതിൽ വാനില എസൻസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച്, അത് കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു സ്മെല്ല് വരുള്ളൂ. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഓവറായിട്ട് കുറേ സമയം ഇങ്ങനെ മിക്സ് ചെയ്യരുത്. അപ്പോൾ കേക്ക് നന്നായിട്ട് വരില്ല. പാകത്തിന് മാത്രം ഒന്ന് മിക്സായി അപ്പോൾ തന്നെ നിർത്തണം. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ രണ്ടിനും വേറെ വേറെ സ്പൂൺ എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മിക്സ് ആവും. ആദ്യം ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിക്കുക, പിന്നെ നമ്മുടെ മറ്റേ കളറിലുള്ള ബാറ്റർ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുത്താൽ മതി പാത്രം, അപ്പോൾ ലെവലായിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചോക്ലേറ്റിൻ്റെ കുറച്ച് അധികം ഉണ്ട്. കാരണം ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് ലൂസായപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ കളർ കുറച്ച് കുറവേ ഉള്ളൂ. എന്തായാലും ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. ഇപ്പോൾ ഞാനിത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനെ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഏത് പാത്രമാണോ കേക്ക് വേവിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചൂടാക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഇൻഡാലിയത്തിൻ്റെ കട്ടിയുള്ള ചീനച്ചട്ടി ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തട്ട് വെച്ചിട്ട് മൂടിയിട്ടാണ് ഒരു 5 മിനിറ്റ് ചൂടാക്കാൻ വെക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ടിന്ന് വെച്ചിട്ട് അടച്ചു കൊടുക്കാം.
അപ്പോൾ കറക്റ്റായിട്ട് അടഞ്ഞിരിക്കുന്ന മൂടി വേണം കേട്ടോ. മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുത്താൽ നന്നായിട്ട് അടഞ്ഞിരുന്നോളും. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ തീയിനനുസരിച്ചിട്ട് ചൂടൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് പൊന്തിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പോൾ ദേ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് തണുക്കുമ്പോൾ കട്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് കുറച്ച് പരന്നിട്ടുള്ള പാത്രത്തിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പരന്നിട്ട് കിട്ടിയത്. അപ്പോൾ കുറച്ച് ഹൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു റൗണ്ട് കുറവായിട്ടുള്ള പാത്രം എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അങ്ങനെ പഞ്ഞി പോലെ തൊടുമ്പോഴേക്കും ഇങ്ങനെ താന്ന് പോകുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗം നോക്കാം. കണ്ടോ, ആ ഒരു ലൈൻസൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ചേർക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മുടെ ആ ഒരു കൊക്കോ പൗഡർ ചേർക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റിന്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതായാലും ചേർക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതേ ഒരു മോഡലിൽ ഞാൻ ഒരു പേട ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്ത പേടയാണെന്ന് പറയുകയില്ല. പേടയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഐഡിയയും എനിക്ക് അതുപോലെ തന്നെ തോന്നിയതാണ് ചെയ്ത് നോക്കാമെന്നുള്ളത്. അപ്പോൾ 2 ഫ്ലേവർ പോലെ വരുമ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഓയിലില്ലെങ്കിലും ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലൊരു ഓയിൽ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയും വേണ്ട. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് പോലും മിക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഡയറി മിൽക്കിൻ്റെ കവർ വെച്ചിട്ട് നല്ലൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു ഐഡിയ ആണത്. അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ബോട്ടിൽ ആർട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആയിട്ടുള്ള പ്രാർത്ഥനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇപ്പോൾ എന്താ ഈ വീഡിയോസിലൊന്നും ഹായ് പറയാത്തതെന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, എല്ലാ വീഡിയോസിൻ്റെയും താഴെയും ഒരുപാട് പേര് എന്നോട് ഹായ് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. എല്ലാവരോടും ഉള്ളത് ഒരുപോലത്തെ സ്നേഹമാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരെയും ഞാൻ ഹായ് പറയുക? അപ്പോൾ ഒരാളുടെ പേര് വായിക്കുമ്പോൾ ചിലതൊക്കെ കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് കൂടുതലും അത് ഭയങ്കരമായിട്ട് സങ്കടമാവും. ഒരാളുടെ പറയുന്നു, ഒരാൾക്ക് എൻ്റെ പറയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളും വിഷമങ്ങളും അതൊക്കെ വായിക്കുമ്പോൾ സങ്കടമാവും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആർക്കും പറയാറില്ല. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുതിയ വീഡിയോസിന് കമൻറ്റ് ഇട്ടാൽ എന്തായാലും ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ഇനി ഇതുപോലത്തെ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടോ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കണ്ടുകൊണ്ടിരിക്കുക. താങ്ക് യു.